വിപ്ലവം കുറെ വിഡ്ഢികൾ ഒരുമിച്ച് കാണുന്ന ഒരു പാഴ്ക്കിനാവല്ല, ചരിത്രത്തിന്റെ അനിവാര്യതയാണ്. നീ പിൻവാങ്ങിയാൽ നിന്റെ സ്ഥാനത്ത് പുതിയതായി 100 പേർ വരും. ഈ വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ് വൻ തലകൾ ഉരുണ്ടു തുടങ്ങുന്ന മലയാള സിനിമ ആടി ഉലഞ്ഞു തുടങ്ങുന്ന ഈ നിമിഷത്തിൽ പ്രൈം ഡിബേറ്റിലേക്ക് കടക്കുന്നത്. ലൈംഗിക അതിക്രമ ആരോപണത്തിൽ അമ്മ ജനറൽ സെക്രട്ടറി പദവി രാജിവെച്ച് സിദ്ദിഖ്, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പദവി ഒഴിഞ്ഞ് രഞ്ജിത്ത്, ആരോപണങ്ങൾ ഉയർന്നവരുടെ പട്ടികയിൽ മുകേഷ്, റിയാസ് ഖാൻ, അലൻസിയർ, അങ്ങനെ പേരുകൾ തുടരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വാലും തലയും പേരുമില്ലാത്ത വെറും ഊഹോപോഹമല്ലേ എന്ന് പറഞ്ഞവരുടെ തലകൾ തന്നെ അരിഞ്ഞു വീഴ്ത്തി. ഓരോ മണിക്കൂറിലും മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും മുന്നിലേക്ക് എത്തുകയാണ് പുതിയ വെളിപ്പെടുത്തലുകൾ. ആടിയുലയുന്നത് സിനിമ മാത്രമല്ല, രാഷ്ട്രീയ പോരും ആളിക്കത്തുകയാണ്. വകുപ്പ് മന്ത്രിയായി തുടരാൻ സജി ചെറിയാന് അർഹതയില്ലെന്ന് പ്രതിപക്ഷം പറയുമ്പോൾ സർക്കാർ വേട്ടക്കാർക്കൊപ്പമെന്ന് ഉദ്ഘോഷിക്കുകയാണ് BJP. ആരെയും സർക്കാർ സംരക്ഷിക്കില്ലെന്ന് മന്ത്രിമാരടക്കം ആവർത്തിച്ചു പറയുമ്പോഴും നിയമവശം പരിശോധിക്കാനുള്ള ഇപ്പോഴത്തെ കാലതാമസം ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്നുകൂടി ചോദിക്കുന്നു മറുഭാഗം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരാൻ അക്ഷീണം പ്രയത്നിച്ച, നടി ആക്രമിക്കപ്പെട്ട കേസ് കെടാതെ നിർത്തിയ ഞങ്ങൾ മാധ്യമങ്ങളുടെ മേഖല ഈ കൊള്ളരുതായ്മകളിൽ നിന്നൊക്കെ മുക്തമാണോ എന്ന് ചോദിക്കുന്നവരോടാണ് ഇനി പറയാനുള്ളത്. നിങ്ങൾക്കും വേണ്ടേ ഒരു ഹേമ കമ്മിറ്റി എന്ന് ചോദിച്ചവരോടാണ് പറയാനുള്ളത്. അങ്ങനെ ഒരു കമ്മിറ്റി എല്ലാ മേഖലയിലും മാധ്യമരംഗത്തും വരണം. വിവേചനവും വെട്ടിനിർത്തലും ലൈംഗിക ചൂഷണവും ഒരു മേഖലയിലും ഒഴിവാക്കി നിർത്താനാവില്ല. തലകൾ ഉരുളാൻ ഇവിടെയുമുണ്ടെങ്കിൽ ഉരുളണം, പുറത്താക്കാൻ പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ പുറത്താക്കപ്പെടണം. അപ്പോൾ സിനിമാ രംഗത്തെ പലരും ന്യായീകരിച്ചതുപോലെ ഇവിടെ ഒരു പരാതിയും ഉയർന്നിട്ടില്ല, ഞങ്ങളൊന്നും കേട്ടിട്ടേയില്ല എന്ന് പറയാൻ ഒരു വനിതാ മാധ്യമ പ്രവർത്തകരും ഉണ്ടാകില്ല. ഇരകൾക്കൊപ്പമേ നിൽക്കൂ, ആ ഒറ്റ ശബ്ദമേ ഉയരൂ. ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നീ ആരാണ് ഞങ്ങൾ സിനിമാക്കാരെ കുറിച്ച് ചോദിക്കാനെന്ന ചോദ്യത്തിന് മുന്നിൽ തലയുയർത്തി ഞാനടക്കമുള്ള മാധ്യമ പ്രവർത്തകർ നിൽക്കുന്നത്. അതിനിയും തുടരും. വിരട്ടി നോക്കുന്നവർ പരിഹാസ്യരായി മടങ്ങുമെന്നുകൂടി പറഞ്ഞുകൊണ്ട് പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം.